നമ്മൾ ഇന്ത്യക്കാർ നിരന്തരം ചർച്ച ചെയ്യുന്ന ഒന്നാണ് സമത്വം. ഭരണഘടന നമുക്ക് സമത്വം വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും പ്രായോഗികമായി ജീവിതത്തിൽ അത് എത്രത്തോളം നടപ്പിലാക്കുന്നുണ്ട്? ദ വോയർ എന്ന മാധ്യമത്തിൽ വന്ന ലേഖനം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ജാതിയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു സമൂഹത്തിന് ഒരിക്കലും സമത്വത്തിലേക്ക് പരിഷ്കരിക്കപ്പെടാൻ കഴിയില്ലേ? ജാതി എന്നത് വെറും ഒരു സാമൂഹിക തിന്മയല്ല, മറിച്ച് അതൊരു പ്രത്യേക ഘടനയാണെന്ന് ഈ ലേഖനം വാദിക്കുന്നു. നമ്മൾ പലപ്പോഴും കരുതുന്നത് കുറച്ച് നിയമങ്ങൾ മാറ്റി എഴുതിയാലോ കുറച്ചു പേർക്ക് സാമ്പത്തിക സഹായം നൽകിയാലോ തീരുന്നതാണ് ജാതി പ്രശ്നമെന്ന്. എന്നാൽ ലേഖനം പറയുന്നത് മറ്റൊന്നാണ്. ജാതി എന്നതൊരു വെർട്ടിക്കൽ ഹൈറാർക്കി അഥവാ കുത്തനെയുള്ളൊരു ഏണിപ്പടിയാണ്. ഇതിൽ മുകളിലുള്ളവരും താഴെയുള്ളവരും തമ്മിൽ ഒരിക്കലും തുല്യത ഉണ്ടാകാൻ ഈ ഘടന അനുവദിക്കുന്നില്ല. ഒരു കെട്ടിടത്തിന്റെ തറക്കല്ല് തന്നെ ജാതിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആ കെട്ടിടം നിലനിൽക്കുന്നിടത്തോളം കാലം അവിടെ വിവേചനമുണ്ടാകും. ജാതിയെ ഇല്ലാതാക്കാൻ സമത്വം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഒരു രോഗത്തിന്റെ കാരണം ചികിത്സിക്കാതെ രോഗലക്ഷണങ്ങളെ മാത്രം ചികിത്സിക്കുന്നത് പോലെയാണ്. ഈ ലേഖനത്തിൽ മറ്റൊരു സുപ്രധാന പോയിന്റ് അറിവും അധികാരവും എങ്ങനെ ജാതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ്. നൂറ്റാണ്ടുകളായി ചില വിഭാഗങ്ങൾ അറിവിൽ അകറ്റപ്പെട്ടു. ഇന്ന് നമ്മൾ മെറിറ്റ് എന്ന് വിളിക്കുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ സാമൂഹികമായ പ്രിവിലേജുകൾ അല്ലെങ്കിൽ മുൻഗണനകൾ മാത്രമാണ്. ജാതി നിർബന്ധമായ ഒരു സമൂഹത്തിൽ താഴെത്തട്ടിലുള്ള ഒരാൾ മുകളിലെത്താൻ ശ്രമിക്കുമ്പോൾ ഈ ഘടന അവരെ പിന്നോട്ട് വലിക്കുന്നു. ഇത് കേവലം വ്യക്തിപരമായ പ്രശ്നമല്ല, മറിച്ച് വ്യവസ്ഥിതിയുടെ തന്നെ കുഴപ്പമാണ്. അതുകൊണ്ട് തന്നെ പരിഷ്കാരങ്ങൾ കൊണ്ട് മാത്രം ഈ വ്യവസ്ഥയെ മാറ്റാൻ കഴിയില്ലെന്ന് ലേഖനം അടിവരയിടുന്നു. ഡോക്ടർ ബി.ആർ. അംബേദ്കർ പണ്ട് പറഞ്ഞ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് അല്ലെങ്കിൽ ജാതി നിർമ്മാർജ്ജനം എന്ന ആശയത്തെ ഇത് ഓർമ്മിപ്പിക്കുന്നു. ജാതിയെ പരിഷ്കരിക്കുകയല്ല, മറിച്ച് അത് പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് വേണ്ടത്. വിവേചനത്തിൻ്റെ ഓരോ വേരുകളും പിഴുതെറിയാതെ നമുക്ക് ജനാധിപത്യപരമായ സമത്വത്തിലേക്ക് എത്താൻ കഴിയില്ല. ലേഖനം ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ജാതി നിലനിൽക്കുന്നിടത്തോളം കാലം തുല്യ അവസരങ്ങൾ എന്നത് ഒരു മരീചിക മാത്രമായിരിക്കും. നമ്മളിന്ന് ജീവിക്കുന്ന ഈ ലോകത്ത് ജാതിയില്ല എന്ന് വിശ്വസിക്കാൻ പലരും ആഗ്രഹിക്കുന്നുണ്ടാകാം. എന്നാൽ നമ്മുടെ വിവാഹങ്ങളിൽ, രാഷ്ട്രീയങ്ങളിൽ, ചിന്തകളിൽ എല്ലാം ജാതി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ജാതി അടിസ്ഥാനമാക്കി കെട്ടിപ്പടുത്ത ഒരു സമൂഹത്തിന് സമത്വം കൈവരിക്കണമെങ്കിൽ ആ ഘടന തന്നെ തകരേണ്ടതുണ്ട്. ഇതൊരു ചെറിയ മാറ്റമല്ല, മറിച്ചൊരു സാമൂഹിക വിപ്ലവമാണ്. നിയമങ്ങൾക്കപ്പുറം ഓരോ വ്യക്തിയുടെയും ചിന്താഗതിയിലും സാമൂഹിക ബോധത്തിലും മാറ്റം വരേണ്ടതുണ്ട്.